സോറി മൈ ഡിയർ ഫ്രണ്ട്സ്, ആ രണ്ടാമത്തെ സീറ്റ് എമിലിക്ക് വേണ്ടിയുള്ളതാണ്. ഈ റേസിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും പങ്കെടുക്കാനാവില്ല. നീ ഏത് കോമ്പറ്റീഷൻ വന്നാലും എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. ഈ പ്രാവശ്യം ഞാൻ സമ്മതിക്കില്ല. ചിണ്ടു, ഈ പ്രാവശ്യം ഒരു പുതിയ ഗോകാർട്ട് ആ ചെക്കൻ വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീറിനെ നമുക്ക് റേസിൽ തോൽപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോ ഗോകാർട്ട് കൊണ്ടേ കൊടുക്കണമെങ്കിൽ അത് വീറിനെ റേസുകൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ വീറിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോട്ടാ, ഞാൻ ആയുധങ്ങൾ നിറച്ചൊരു ഗോകാർട്ട് നിനക്ക് തന്നേക്കാം. ഓക്കേ, ആദ്യം ഈ ഹെൽമെറ്റ് പിടിക്ക. ഈ ഹെൽമെറ്റ് അവൻ അണിഞ്ഞാൽ ആ വണ്ടിയുടെ ബ്രെയിൻ പിന്നെ നിന്റെ കൺട്രോളിലായിരിക്കുമെടാ. അവൻ ഏതാണ്ട് ഒരു റോബോയായി മാറും. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ചെയ്താൽ മതി. നീ അവനോട് എന്തു പറഞ്ഞാലും അവൻ അതുപോലെ തന്നെ അങ്ങ് ചെയ്യും. അതോടെ വീറിന്റെ കളി അവസാനിക്കും. പിന്നെ നമ്മുടെ കളി അങ്ങ് തുടങ്ങുകയല്ലേടാ. നീ ഹെൽമെറ്റ് അണിഞ്ഞോളൂ ബണ്ടി. നീ ഹെൽമെറ്റ് അണിഞ്ഞ് റേസിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് കിട്ടും. ഈ ചിണ്ട് തനിഷ്ടം കാണിച്ച് എന്തൊക്കെയോ ചെയ്യുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഗ്രൗണ്ടിന് ചുറ്റും 5 പ്രാവശ്യം റൗണ്ട് ചെയ്യണം. 5ാമത്തെ റൗണ്ട് അവസാന റൗണ്ട് ആയിരിക്കും. എല്ലാവരും റെഡിയല്ലേ? ഇതിപ്പോ ഗോകാർട്ടാണോ പാസ്സായത് അതോ വല്ലോ കാറ്റ് പഠിച്ചതാണോ? എനിക്കും അതിൽ സംശയമുണ്ട് സാർ. ഗോകാർട്ടിന് എങ്ങനെ എത്രയും വേഗത്തിൽ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? സാർ അങ്ങോട്ട് നോക്കി, അവരിതുവരെ ഹാഫ് റൗണ്ട് പോലും കഴിഞ്ഞിട്ടില്ല. ആയുധം പുറത്തെടുക്ക്, എന്നിട്ട് വീറിന്റെ ടയറിന്റെ വെടി തീർത്തേക്ക്. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. ഡിംബക്ടു എന്തൊക്കെയോ ചതി ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. വണ്ടി വീറിനെ ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ കഥ അങ്ങ് തീർത്തേക്ക്. ഗോകാർട്ടിൽ വെച്ചിരിക്കുന്ന വെപ്പൺ യൂസ് എലികളുടെ വേഗത ഞാൻ ഇനി കൂട്ടാൻ പോവുകയാണ്. അത് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ചേടാ, ഇതെന്താ ഈ റോബോയുടെ പുറകെ എന്താ എലികളൊക്കെ ഓടുന്നത്? ഇത് ഏത് തരം എലികളാ? ചുമരിൽ കയറി എത്ര വേഗത്തിലാ അതെല്ലാം ഓടുന്നതെന്ന് നോക്കിയേ. അപ്പൂപ്പ, ഇതൊന്നും എലികളല്ല, റോബോട്ടാണ്. അതിനകത്ത് ചെറിയൊരു മോണിറ്ററിൽ എന്റെ ഫോട്ടോ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ ടാർഗറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് എന്റെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയെല്ലാം ട്രാപ്പ് ചെയ്യാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കപ്പൂപ്പ. ഓക്കേ വീർ, നീ അവരെ സിറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ അവരെ പിടിക്കാനുള്ള വല തയ്യാറാക്കാം. ശരി അപ്പൂപ്പ. അപ്പൂപ്പ, എന്റെ ജെറ്റ് പാക്ക് ഡാമേജ് ആയിരിക്കുകയാണ്. എനിക്കിപ്പോ പറക്കാൻ പറ്റുന്നില്ല. റോബോ പോയി. എല്ലാ എലികളുടെയും കഥ കഴിഞ്ഞിരിക്കുന്നു.
ചെയ്ത് കഴിഞ്ഞു. പക്ഷെ മറ്റുള്ളവർ ആരും ഒരു റൗണ്ട് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ അങ്ങ് വിൻ ചെയ്താൽ നമ്മളെ എല്ലാരും സംശയിക്കും. നമ്മൾ മാജിക് യൂസ് ചെയ്തെന്ന് വിചാരിക്കും. വാ, നമുക്ക് വല്ല ആഹാരവും കഴിച്ചിട്ട് വരാം. നീ വിഷമിക്കണ്ട ഇംലി. നിനക്ക് ഒരപകടവും പറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇല്ല വീർ, ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. ഈ ബണ്ടി നോർമൽ ബണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ ഏതാണ്ട് ഒരു റോബോയെ പോലെ ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അവന് ഏതോ ഒരു വഴിയിൽ ഡിംബക്റ്റു തന്റെ കൺട്രോളിലാക്കി വെച്ചിരിക്കുവാന്ന് തോന്നുന്നു. ബണ്ടിയുടെ ഹെൽമെറ്റില് റെഡ് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ വീർ. എനിക്ക് തോന്നുന്നത് ബണ്ടി അവന്റെ കൺട്രോളിൽ ഇരിക്കാൻ കാരണം ആ ഹെൽമെറ്റ് ആണെന്ന്. എമിലി, ഇനി നീ ഡ്രൈവ് ചെയ്യ്. ഞാൻ പോയി അവന്റെ ഹെൽമെറ്റ് എങ്ങനെയെങ്കിലും ഊരിക്കളയട്ടെ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. എന്റെ ഡോങ്കി സെൻസ് പറയുന്നു എന്തോ ഒരു അപകടം ഉണ്ടെന്ന്. ചിണ്ടു ചിണ്ടു ഇങ്ങോട്ട് നോക്ക്, കുറെ എലികൾ. രക്ഷിക്കണേ വീർ, വീട് മൊത്തം എലികളാ, എന്നെ രക്ഷിക്ക്. ഇത്ര എലികൾ ഇത് എവിടുന്നാ വന്നത്? ചിണ്ടു, ഇതിനൊക്കെ അങ്ങ് ഫിനിഷ് ചെയ്തേക്കാൻ. വേണ്ട ചിണ്ടു, അതിനെ കൊല്ലണ്ട. ഈ എലികളെല്ലാം കഴിക്കാൻ ആഹാരം തേടി വന്നിരിക്കുകയാണ്. എല്ലാത്തിനെയും പിടിച്ച് പുറത്തേക്ക് ആക്കിയാ മതി. എന്തിനാടാ കിടന്ന് വരയ്ക്കുന്നത്? അതൊക്കെ വെറും എലികൾ മാത്രമല്ലേ? എനിക്ക് എലികളെ ഭയങ്കര പേടിയാ. ചേടാ, ഒന്നും ശരിയാവുന്നില്ലല്ലോ. എലികളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലതാ. പിന്നീട് സന്ദർഭം നോക്കി അറ്റാക്ക് ചെയ്യാം. ചിണ്ടു, എല്ലാ എലികളും പോയി കഴിഞ്ഞു. നീ ഇനി പേടിക്കണ്ട. എന്താ ഇത്? ഒരു ജിന്നു പോലെ എലിയെ പേടിക്കുന്നു. ഞാൻ ജിന്നൊക്കെ തന്നെയാണ്, പക്ഷെ ഞാനൊരു ചെറിയ ചെക്കനല്ലേ. എനിക്ക് പേടി തോന്നുന്നത് സ്വാഭാവികമല്ലേ. എന്താ പറ്റിയത്? എന്താ ഇവിടെ ആകെ ഒരു ബഹളം? അപ്പൂപ്പ എന്താന്നറിയില്ല, പെട്ടെന്ന് ഇവിടേക്ക് കുറെ എലികൾ കടന്നു വന്നു. ഞാൻ അതിനെ എല്ലാത്തിനെയും പിടിച്ച് പുറത്തേക്ക് കളഞ്ഞു. ഹായ് എമിലി, നിനക്കൊരു കാര്യം അറിയോ? അത് എവിടുന്നാ വന്നേന്ന് അറിയില്ല, പക്ഷെ കുറെ എലികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. ചിണ്ടു ആ എലികളെ കണ്ട് പേടിച്ച് വരണ്ടു പോയി അറിയാമോ? അവൻ ഞങ്ങളെ സഹായിക്കുന്നതിന് പകരം ടേബിളിൽ കയറി ഇരുന്ന് പേടിച്ച് വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയേറെ എലികൾ എവിടുന്നാ വന്നേ വീർ? ചിണ്ടു, നീ പെട്ടെന്ന് പൂച്ചയായി മാറ്. ആ എലികളൊക്കെ നിന്നെ കണ്ട് പേടിച്ച് ഓടിപ്പോകും. അവൻ കിടന്ന് വിറയ്ക്കുന്നത് കണ്ടില്ലേ? എലികളെ കണ്ട് പേടിച്ചോടുന്ന ആദ്യത്തെ പൂച്ച ഇവനായിരിക്കും.
ഈ എലികൾ വീണ്ടും വരുന്നല്ലോ. ഇതൊന്നും ശരിക്കുള്ള എലികളല്ല. ഇത് റോബോട്ട്സ് ആണല്ലോ. ഇതെല്ലാം എന്നെ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുകയാണല്ലേ. ഇതിനെല്ലാം ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകാം. റോബോബോയ് സ്യൂട്ട് ഓൺ. റോബോബോയ് സ്യൂട്ട് ഓൺ. വീർ ദ റോബോ ബോയ്, ഇനി നീ എത്ര കാലം രക്ഷപ്പെട്ടോടും? എന്റെ എലികൾ നിന്നെ ഇനി വെറുതെ വിടില്ല.